ഡെയ്സി, ഡെയ്സി, എനിക്ക് നീ മാപ്പ്. ബെന്നിയുടെയും ഡെയ്സിയുടെയും ജീവിതത്തിൽ പിന്നീട് ഒരുപാട് സന്തോഷങ്ങളും കൂടാതെ ഒരുപാട് ദുഃഖങ്ങളും കടന്നു വന്നിട്ടുണ്ടായിരുന്നു. സന്തോഷങ്ങളിൽ ഒന്നാവട്ടെ, അവരുടെ പഴയ വീടുള്ള അതേ സ്ഥാനത്ത് തന്നെ ആ വീട് പൊളിച്ചുമാറ്റി പുതിയൊരു വലിയ വീട് അവർ വെച്ചു. ആ വീട്ടിലേക്ക് അതിഥിയായി അവർക്കൊരു കുഞ്ഞു മാലാക കൂടി ജനിച്ചു. ബെന്നിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ ഒരു ഫിഷിംഗ് ബോട്ട് വാങ്ങണമെന്നത്. എന്നാൽ ഡെയ്സി മുൻകൈ എടുത്ത് അതും അവർ വാങ്ങിച്ചു. ഒന്നല്ല, ഒന്നിൻ്റെ സ്ഥാനത്ത് അവർ 3 ഫിഷിംഗ് ബോട്ടുകളാണ് വാങ്ങിച്ചത്. ഇതൊന്നും കൂടാതെ ബെന്നിയുടെ കേബിൾ സർവീസും ഒരുപാട് ഉയരങ്ങളിലെത്തി കേട്ടോ. സോഫി വിവാഹമെല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. സോഫിക്ക് കൊടുക്കാനുള്ള മുഴുവൻ പണവും സ്വർണവും നമ്മുടെ ഡെയ്സി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഭർത്താവിൻ്റെ വീട്ടിൽ കുടുംബമായി സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നു. അവർക്ക് ഒരു കുഞ്ഞാണ് ഉള്ളത്. എന്നാൽ ബെന്നിയുടെയും ഡെയ്സിയുടെയും ജീവിതത്തിൽ ഒരുപാട് കാലമൊന്നും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വെളിച്ചം കത്തിയിരുന്നില്ല. കാരണം അവർക്ക് എല്ലാമായ അവരുടെ അമ്മച്ചി മരണപ്പെടുകയായിരുന്നു. അത് ബെന്നിയുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ഒരിക്കലും താങ്ങാൻ പറ്റാത്തതുമായ ഒരു അനുഭവമായിരുന്നു. പിന്നെ അതിൽ നിന്നും വീണ്ടും ബെന്നി കരകയറാൻ ഒരുപാട് സമയമെടുത്തു. ബെന്നിയുടെ ഇളയ സഹോദരി സാലി ഇന്നൊരു സ്കൂൾ അധ്യാപികയായി ജോലി ചെയ്യുകയാണ്. അവരുടെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. ഇന്ന് ബെന്നിയുടെ ജീവിതം വളരെ മനോഹരമായ ഒന്നാണ്. പക്ഷേ തൻ്റെ സൗഭാഗ്യം പൂർണ്ണമായ ജീവിതം അനുഭവിക്കാൻ തൻ്റെ കൂടെ തൻ്റെ അമ്മച്ചിയില്ലാത്ത വിഷമം ബെന്നിക്കുണ്ട്. എന്നാൽ ആ വിഷമത്തിലൂടെ തകർന്നു പോവാൻ ഡെയ്സി സമ്മതിച്ചില്ലായിരുന്നു. ഇന്നും ബെന്നിക്ക് താങ്ങും തണലുമായി ഡെയ്സി കൂടെയുണ്ടായിരുന്നു. ഇന്ന് അവർ ഒരുപാട് സന്തോഷത്തോടു കൂടി, എന്നാൽ ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങളും മറച്ചു വെച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അമ്മച്ചി ഇല്ലാത്തതാണ് അവരുടെ സങ്കടം.